ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ കാണിക്കുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എത്രയാണ് റേറ്റ്? എനിക്ക് പലരും പേഴ്സണലി മെസ്സേജ് എനിക്ക് അയക്കാറുണ്ട് വാട്സപ്പിൽ. ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കും, ഇതാണ് എൻ്റെ വർക്ക്, ഇതിന് റേറ്റ് ഇടാൻ എനിക്കറിയത്തില്ല, റേറ്റ് ഒന്ന് പറയാമോ എന്ന്. അപ്പം ഞാൻ അവർക്ക് അവർ അയച്ചു തന്ന ഫോട്ടോ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള റേറ്റ് എനിക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു റേറ്റ് ഞാൻ പറയാറുണ്ട്. അപ്പം ഞാൻ ആ വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര മേടിക്കും, ആ ഒരു റേറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറയുന്നത് ആ റേറ്റ് അവിടെ പോകത്തില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. എന്നോടും പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. ചെക്ക് കോട്ട അല്ലെങ്കിൽ സിൽക്കി കോട്ട എന്ന് പറഞ്ഞ മെറ്റീരിയൽ കടയിൽ മേടിക്കുമ്പം പ്ലെയിൻ മെറ്റീരിയലായിട്ട് കടയിൽ മേടിക്കുമ്പോൾ മാക്സിമം പോകുന്നത് 600 റുപ്പീസാണ്. ചിലയിടത്ത് 600+ ആവുന്നുണ്ട് സാരിക്ക്. ഇപ്പം നിലവിൽ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. നേരത്തേക്കാണെങ്കിലും കുറച്ചും കൂടെ പുതിയ സ്റ്റോക്കിന് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് റേറ്റ്, ചെക്ക് കോട്ടയായാലും സിൽക്കി കോട്ടയായാലും. അപ്പോൾ ഈ ഒരു റേറ്റിലുള്ള സാരിക്ക് ഇത്തിരി വർക്ക് ചെയ്ത് കഴിയുമ്പം എന്തുകൊണ്ടാണ് 1500, 2000, 2000-ൻ്റെ മേളിലൊക്കെ റേറ്റ് പോണേ എന്ന് പലരും എന്നോട് ചോദിക്കുന്നത്. സാരിക്ക് ആകെ ഇത്രയല്ലേ റേറ്റ് ഉള്ളൂ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സാരിക്ക് നിങ്ങൾ 2 പൂ ഇത്ര കുഞ്ഞു പൂവല്ലേ, അതിനെന്താ ഇത്ര റേറ്റ് കൂട്ടുന്നതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ പലർക്കും അറിയില്ലാത്തതാണ്, അത് പലരും മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ ചിക്കൻ കറി വർക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് കേട്ടോ, ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നതല്ല. ചിക്കൻ കറി വർക്ക് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുകയാണ്, ലക്നൗ അല്ലെങ്കിൽ ചിക്കൻ കറി വർക്ക് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുമല്ലോ. മേടിക്കുമ്പം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫുൾ എംബ്രോയ്ഡറി ചെയ്ത സാരി അല്ലെങ്കിൽ കുർത്താസ്, അത് ജോർജറ്റ് മെറ്റീരിയലിലായിരിക്കും. ആ മെറ്റീരിയലിൽ നല്ലോണം എംബ്രോയ്ഡറി ചെയ്ത മെറ്റീരിയലിന് നിങ്ങൾക്ക് 2000+, 3000+ എന്നുള്ള റേഞ്ചിലായിരിക്കും കുർത്തീസ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഫുള്ളും വർക്ക് ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അത് നിങ്ങൾ മേടിച്ച് 2 യൂസ് കഴിയുമ്പോഴേയും അതിൻ്റെ എല്ലാ നൂല് പൊട്ടി പൊട്ടി വരുന്നത് നമുക്ക് കാണാം. ഉപയോഗിച്ചവർക്ക് അറിയാം. അത് ഇപ്പം ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ മേടിച്ച്. അപ്പം അത് 2 യൂസ് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ നൂലും അടിയിൽ നിന്ന് ഊരി പുറത്തോട്ട് വരാൻ തുടങ്ങും. അപ്പം അങ്ങനെ അത് അവരെയും പറയാൻ പറ്റില്ല. ഈ റേറ്റിൽ കൊടുക്കണമെങ്കിൽ അവർക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് അവരുടെ സിറ്റുവേഷൻ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ സാരി എടുത്ത് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പം, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, പേഴ്സണലി ഈ ഹാൻഡ് എംബ്രോയ്ഡറി മാത്രമായിട്ട് ചെയ്യുന്ന വലിയ ഹോൾസെയിൽ ആൾക്കാരല്ല, കുഞ്ഞു കുഞ്ഞു ആൾക്കാർ ചെയ്യുമ്പം അവർ ഒരേ പൂവും തയ്ച്ച് കഴിഞ്ഞ് അതുപോലെ നോട്ട് ഇട്ട് അതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നല്ലോണം ഊരി പോരാത്ത രീതിയിലാണ് എല്ലാവരും തയ്ക്കുന്നത്. അത്രയോ എഫേർട്ട് എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പം അതിൻ്റേതായ, അപ്പോൾ 1 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 70 റുപ്പീസ് എങ്ങാലും ഒരു ഡിസൈന് നമ്മൾ ചാർജ് ചെയ്യണം എന്നാണ് എൻ്റെ. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് 1 മണിക്കൂർ തയ്ക്കണതിൻ്റെ ചാർജ് മാത്രമാണ് നമ്മൾ ഇടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഡിസൈൻ വരയ്ക്കണതിൻ്റെ എഫേർട്ടുണ്ട്. ഒരു സാരിയിൽ ഡിസൈൻ സെലക്ട് ചെയ്യുക, അത് സാരിയിലോട്ടും ഡിസൈൻ നമ്മൾ എടുക്കുക. ഒന്നെങ്കിൽ A4 സൈസിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുമായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ വരച്ചെടുക്കുക, അതിൻ്റെ ടൈം. അത് കഴിഞ്ഞിട്ട് ആ ഡിസൈൻ സാരിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയം, അത് മെഷർ ചെയ്ത് ഓരോ സ്ഥലത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് വളഞ്ഞും തിരിഞ്ഞും പോകാതെ നേരെ വെച്ച് അത് വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ത്രെഡ് സെലക്ട് ചെയ്ത് ത്രെഡ് മേടിച്ചിട്ട് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പോൾ ത്രെഡിന് ഇപ്പോൾ റേറ്റ് കൂടി, പണ്ടത്തെ റേറ്റ് അല്ല ത്രെഡിന്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 12 രൂപയാണെന്ന് പറയും ത്രെഡിന്. ഒരു ഇതിന് 12 രൂപയാണ്. പക്ഷെ അത് എത്ര 12 രൂപ ഉള്ള ത്രെഡാണ് ഒരു സാരിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഇത് തയ്ക്കാൻ മാത്രം എടുക്കുന്ന മണിക്കൂറാണ് ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഡിസൈൻ കേട്ടോ. വലിയ ഡിസൈൻ ആണെങ്കിൽ ഇപ്പോൾ കച്ച് വർക്കോ അല്ലെങ്കിൽ ഷാഡോ വർക്കോ കുഞ്ഞതാണെങ്കിൽ 1 മണിക്കൂറിലൊന്നും തീരത്തില്ല. ഒരു വലിയ മോട്ടീവൊക്കെ തയ്ക്കണമെങ്കിൽ 5-6 മണിക്കൂർ എടുക്കണേ. പക്ഷെ അതിനനുസരിച്ചുള്ള റേറ്റ് നമ്മൾ പറയുന്നില്ല. അപ്പം എല്ലാവർക്കും തയ്ക്കാൻ അറിയത്തില്ല, ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ല. അതാണ് അവർ മേടിക്കുന്ന ആസ് എ കസ്റ്റമർ വരുമ്പം ഇത് റേറ്റ് കൂടുതലാണ്, ഭയങ്കര എക്സ്പെൻസീവാണ് പറയുന്നത്. അപ്പോൾ അറിയാവുന്നവർക്കാണ്, ഇത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്കാണ് ഇതിന് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ അവർ ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. അറിയില്ലാത്ത കുറേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്.
ഇപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന സാരീസിൻ്റെ ലാസ്റ്റിങ്ങിൻ്റെ കാര്യം അല്ലെങ്കിൽ വർക്കിൻ്റെ ലാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് ഉണ്ടാകും, അത് പോകത്തില്ല. ത്രെഡിൻ്റെ മേലെ കൂടെ അയൺ ചെയ്യരുത്. അപ്പം ത്രെഡിൻ്റെ കളർ ഫീഡാകും. കുറേ വട്ടം നമ്മൾ അതിൻ്റെ മേലെ കൂടെ അയൺ ചെയ്യുവാണെങ്കിൽ അത് ഇപ്പോൾ ഏത് ത്രെഡ് ആയാലും അതിൻ്റെ കളർ ഫീഡാകും. അങ്ങനെ ഒത്തിരി ത്രെഡിൻ്റെ മേലെ കൂടെ ഒത്തിരി ഓവർ ഹീറ്റായിട്ട് അയൺ ചെയ്യാൻ പാടില്ല. പിന്നെ ബീഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഡ്സിൻ്റെ മേളിലും അയൺ ചെയ്യാൻ പാടില്ല. അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് ആണ്. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്തോളും. അതിൻ്റെ ഇത് ഊരിപ്പോരുവോ കെട്ടുമേളിലോട്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞ് ഡിസൈനാണ് കാണിക്കുന്നത്. അത് ചെയ്യാനുള്ള എഫേർട്ടും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് എത്രയായിരിക്കും എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. തയ്ക്കുന്ന ആൾക്കാർക്ക് റേറ്റ് ഇടാനുള്ള കാര്യവും പറഞ്ഞു തരുന്നുണ്ട്. അതല്ല തയ്ക്കാൻ അറിയില്ല, ജസ്റ്റ് ആസ് എ കസ്റ്റമർ അവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണ്, എത്ര നേരം കൊണ്ടാണ് തയ്ച്ചു തരുന്നത്, എന്തോരം ത്രെഡ് ഈ ഒരു സാരിക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇത് നല്ല പെൻസിൽ വെച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആൻഡ് അടിയിൽ ഡിസൈൻ വെക്കുക, പെൻസിൽ വെച്ച് വരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് 3 കളറാണ് യൂസ് ചെയ്യുന്നത്. ഒന്നൊരു ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്, അതിൻ്റെ 97, പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് 112, പിന്നെ ഒരു ഗ്രീൻ്റെ ഡബിൾ ഷെയ്ഡ് 1214. ഈ 3 ഷെയ്ഡ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും നമ്മൾ 6 strands യൂസ് ചെയ്താണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രെഡിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും. ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു ത്രെഡിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് 12 rupees. ചിലയിടത്തൊക്കെ അത് 12 കൂടുതൽ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോ കടയിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ലീവ്സ് തയ്ച്ച് കാണിക്കാം. അപ്പോൾ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്, 6 strands തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലീവ്സ് ഞാൻ തയ്ക്കുന്ന ഫ്ലൈ സ്റ്റിച്ച് വെച്ച്, ഈ ഫ്ലൈ സ്റ്റിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ വൃത്തിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ സെൻറ്റർ ലൈൻ വരച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പം വൃത്തിയായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഒറ്റയടിക്ക് തയ്ച്ച് തീർക്കാം. എന്നിട്ട് വേണമെങ്കിൽ സ്റ്റെമ്മും തയ്ച്ച് താഴത്തോട്ട് നമുക്ക് പോരാം, അങ്ങനെ തയ്ക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് തയ്ക്കുവാണെങ്കിൽ ഈ കെട്ടിടുന്നത് കുറേയൊക്കെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അടി കൂടെ വലിക്കുന്നത് ഒഴിവാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് എടുക്കുന്നു, മേലിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് സെൻറ്റർ പോയിൻറ്റ് കുറച്ച് താഴത്തെ ഇവിടെ കുത്തിയെടുക്കുകയാണ്. ഇവിടെ കുത്തിയെടുത്തിട്ട് പിന്നെ ഇപ്പുറത്തെ ഈ വി പോലെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പുറം എടുക്കുന്നു, എന്നിട്ട് ഇവിടുന്ന് ഈ സെയിം ലെവൽ ഇപ്പുറയും കൂടെ എടുത്തിട്ട് നേരെ നമ്മൾ എവിടെയാണോ താത്തിയത് അവിടെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അത് അത്യാവശ്യം നല്ലോണം ടൈറ്റും ചെയ്യുക. എന്നിട്ട് തൊട്ട് താഴെ നമ്മൾ താത്തുകയാണ്. വീണ്ടും നമ്മൾ ഇപ്പുറത്തെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. ഇവിടെ നിന്ന് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സെൻറ്റർ ഇപ്പം നമ്മൾ താത്തിയതിൻ്റെ അവിടെ കൂടെ നമ്മൾ സൂചി നീഡിൽ എടുക്കുന്നു. ഇങ്ങനെയാണ് വി പോലെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കുന്നത്. വീണ്ടും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് താഴത്തോട്ട്, അങ്ങനെ നമുക്ക് ലീവ്സ് തയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ 2 ലീവ്സും സ്റ്റെമ്മും അങ്ങനെയൊക്കെ തയ്ച്ച് പോകാം. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഫ്ലവർ പാറ്റേൺ തയ്ക്കേണ്ടതെന്ന് നോക്കാം. ഫ്ലവർ പാറ്റേൺ ഞാൻ ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഇവിടുന്ന് ആദ്യം ബൗണ്ടറിയും തയ്ക്കണം, അതുപോലെ തന്നെ ഫ്ലൈ സ്റ്റിച്ചും തയ്ക്കണം. അപ്പോൾ ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഇത് ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഫ്ലൈ സ്റ്റിച്ചാണ് നമ്മൾ ലീഫ് എങ്ങനെയാണോ തയ്ച്ചത് അത് തന്നെയാണ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അകത്തിയാണ്, അടുപ്പിച്ചല്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ താത്തി വീണ്ടും സൈഡിൽ നിന്ന് കുറച്ച്
അകത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എടുക്കണോ, അങ്ങനെ 2 ഫ്ലൈ സ്റ്റിച്ചാണ് നമ്മൾ തയ്ച്ചോളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബൗണ്ടറി എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തേക്കൂടെ ഔട്ട്ലൈൻ പോലെ നമ്മൾ തയ്ക്കുകയാണ്. ഇതിൻ്റെ ഈ പെറ്റലിൻ്റെ ഔട്ട്ലൈൻ തയ്ക്കുകയാണ്. ഇവിടെ നിന്ന് എടുക്കുന്നു, ഇവിടം വരെ ഈ ഫ്ലൈ സ്റ്റിച്ച് തുടങ്ങി അവിടെ ആ വീൻ്റെ അവിടെ ഒന്ന് താത്തുന്നു. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ബാക്ക് സ്റ്റിച്ച് പോലെ പുറകോട്ട് തയ്ക്കുകയാണ്. അവിടെ ആദ്യം എവിടെയാണോ താത്തിയ അവിടെ കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ താത്തുകയാണ്. അങ്ങനെ പിന്നെ അത് വീണ്ടും ഈ ഒരു പോയിന്റിൽ എടുക്കണോ. ഈ പെറ്റലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ ഒരെണ്ണം മേളിലും അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്യണേ. ഔട്ട്ലൈൻ കൊടുക്കുന്നത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ പൊക്കുന്നു, ഇവിടെ താത്തുന്നു. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് നമ്മുടെ ഈ പെറ്റലിൻ്റെ ഔട്ട്ലൈൻ കഴിയും. ഇവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ അതെ നമ്മൾ ലാവൻഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പെറ്റലിലോട്ട് നമുക്ക് പോകാം. അത് അങ്ങനെ ഔട്ട്ലൈൻ അതുപോലെ ചെയ്യുക എല്ലാ പെറ്റൽസിനും. അപ്പോൾ അടുത്ത കളറ് ത്രെഡ് എടുത്തിട്ട് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ മേലിൽ മാത്രമാണ് തയ്ക്കുന്നത്. അവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ തന്നെ ഈ സെയിം പോയിന്റിൽ വെച്ച് ഈ ഹോളിൽ കൂടെ കെട്ടൂരി പുറത്തോട്ട് പോരും. അപ്പോൾ സെയിം പോയിന്റിൽ എടുക്കരുത്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഇത് മാറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുത്തു. ഇനി നമ്മളിവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ എന്താ വേണ്ടത്? ത്രെഡ് മേലിൽ കൂടെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. ത്രെഡ് ഇതുപോലെ മേലിൽ കൂടെ വെച്ചിട്ട് ഈ നമ്മൾ ചെയ്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ താഴത്തേക്ക് കൂടെ എടുക്കുന്നു. നീഡിലിൻ്റെ താഴെ ത്രെഡ് വെക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. വീണ്ടും ഇതിൻ്റെ താഴത്തേക്കൂടെ എടുക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ഫില്ല് ചെയ്യണ അവിടം വരെ നമ്മളിതുപോലെ ചെയ്യുകയാണ്. ലൂസായിട്ട് ചെയ്താൽ മതി, ഒത്തിരി ടൈറ്റും ചെയ്യണ്ട. ഇച്ചിരി ലൂസായിട്ട് തന്നെ വെച്ചാൽ മതി, എന്നാലാണ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു എണ്ണം കൂടെ ചെയ്താൽ ഇത് ടൈറ്റ് ആകും. ഈ ഒരു സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ച് കഴിയും. കണ്ടോ, ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതിവിടെ താത്താം. ഇവിടെ താത്തിയിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ തന്നെ ഈ സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ തന്നെ തയ്ക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഫുൾ ഡിസൈനും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമയം നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ സമയം അനുസരിച്ച് റേറ്റ് പറയേണ്ടത് കാര്യമാണല്ലോ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഫ്ലൈ സ്റ്റിച്ച് ഉണ്ട്, എല്ലാം 6 സ്ട്രാൻഡ്സ് ആണ്. ഇതുപോലത്തെ ഒരു 6 ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുന്താണിയിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, ഫ്രണ്ടിൽ ഒരു 3 എണ്ണം, പിന്നെ കാലിൻ്റെ അവിടെ ഒരെണ്ണം, അങ്ങനെ തയ്ച്ച് വരുമ്പോൾ തന്നെ ഈ ഒരു ഷെയ്ഡ് 2 എണ്ണം വേണം, 2 ത്രെഡ് വേണം. ഇതൊരു ഷെയ്ഡും അതുപോലെ തന്നെ 2 എണ്ണം വേണ്ടി വരും. അതുപോലെ തന്നെ ലീഫും 2 എണ്ണം, 2 ഇല്ലെങ്കിലും 1.5 കഴിയെങ്ങാനും വേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ത്രെഡിൻ്റെ യൂസ് വരുന്നത്. പിന്നെ ബീഡ്സ് വേറെ, ഷുഗർ ബീഡ്സിൻ്റെ റേറ്റ് പലയിടത്തും കുറച്ച് തൂക്കത്തിനായിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ 10 രൂപ 15 രൂപ ഒരു കുഞ്ഞു പാക്കറ്റിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും റേറ്റ് നമ്മൾ ത്രെഡിന് വേണ്ടി ചിലവാക്കുന്ന റേറ്റ്. പിന്നെ ഇത് തയ്ക്കാൻ ഇങ്ങനെയൊക്കെ വന്നാലും ഒരു മണിക്കൂറിന് മേളിൽ 1.5 മണിക്കൂറിന് വെച്ചോ. ഡിസൈനും വരച്ച് തയ്ച്ച് വന്നെങ്കിൽ ഒരു 1.5 മണിക്കൂർ എന്നായാലും എടുക്കും. എത്ര സ്പീഡിൽ തയ്ച്ചാലും ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ 1.5 മണിക്കൂർ എടുത്ത് തയ്ക്കുന്ന ഈ ഒരു ഇതിന് റേറ്റ് നമുക്ക് ഒരു 100 രൂപ എങ്ങാനും മിനിമം ഇടാം. 100, 120 രൂപ ഒക്കെ ഇടാം. അങ്ങനെയായിരിക്കും റേറ്റിംഗ്. ഞാൻ ഇടുന്ന റേറ്റ് അത് ചിലവർ കൂടുതൽ അതിലും കൂടുതലിടാം, ചിലർ അതിലും കുറച്ചുകൂടാം. ഒരു മിനിമം ഞാൻ പറയുന്നത് നമുക്കൊരു നമ്മൾ തയ്ച്ചിട്ട് നമുക്കും എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു 120 എങ്ങാനും ഇടണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.